ഈ തടവുകാരൻ എല്ലാ ദിവസവും ഈ മതിലിൽ ഇരിക്കുന്നത് പതിവായിരുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് മതിലിനൊരു കേടുപാടും വരുത്തിയില്ല. ഒരു ദിവസം മറ്റൊരു തടവുകാരനെ അവൻ്റെ ദൃഢനിശ്ചയമായ പ്രകടനം പ്രകോപിപ്പിച്ചു. അങ്ങനെ അയാളോടൊപ്പം ചുമരിലിടിക്കാൻ തടവുകാരനും കൂടി. അങ്ങനെ പോകെ പോകെ ഒരിക്കൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചുമരിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടു. ഇതിൽ മതിൽ 2 വർഷം മുമ്പേ ഉണ്ടാക്കിയതാണെന്ന് ആ മനുഷ്യൻ കേട്ടിരുന്നു. അടിത്തറയ്ക്ക് 2 മീറ്റർ മാത്രമേ ആഴമുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ നിർമ്മാതാക്കൾ പുനർനിർമ്മിക്കുന്നതിനായി വസ്തുക്കൾ വളരെ ക്വാളിറ്റി കുറഞ്ഞതാണ് ഉപയോഗിച്ചത് എന്നും ഇയാൾ മനസ്സിലാക്കി. കുറച്ചുപേർ ഒരുപോലെ ഒരുമിച്ച് ചുമരിൽ ഇടിക്കാൻ അത് വീഴുമെന്ന് അയാൾ ഊഹിച്ചു. ആ സമയത്ത് പോലീസ് ഗാർഡുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അവർ തടവുകാരെ നോക്കി ചിരിച്ചു തള്ളി. എന്നാൽ അവരുടെ ഈ പ്രവൃത്തി അവിടെയുള്ള എല്ലാ തടവുകാരെയും രോഷാകുലരാക്കി. അവർ എല്ലാവരും ഒരുമിച്ച് മതിലിലിടിച്ചു. പക്ഷേ മതിലിനൊന്നും സംഭവിച്ചില്ല. അത് അതുപോലെ തന്നെ നിലകൊണ്ടു. മിക്ക തടവുകാരും നിരാശയോടെ കീഴടങ്ങി. പക്ഷേ അയാൾ ഒരുക്കമല്ലായിരുന്നു കീഴടങ്ങാൻ. അയാൾ ഒരു തുരങ്കം കുഴിക്കാൻ സഹായിക്കാൻ മറ്റു തടവുകാരെ കൂടി വിളിച്ചു. എല്ലാ രാത്രിയിലും തടവുകാർ മാറി മാറി തുരങ്കം കുഴിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ വാർഡൻ പെട്ടെന്ന് സെൽ മാറ്റുന്നതിനെ പറ്റി പ്രഖ്യാപിച്ചു. അതിൽ ആ മനുഷ്യനെ 2ാം നിലയിലേക്ക് മാറ്റി. അങ്ങനെ അയാൾക്ക് തുരങ്കം കുഴിക്കുന്നതും ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ഒരു ദിവസം മറ്റൊരു മാർഗത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെന്തോന്ന് സംഭവിച്ചു. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായി പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യൂ.